ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരൻ വെച്ചാലോ? കൂമ്പിനെ നമ്മൾ ഈ പരുവത്തിൽ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച കൂമ്പിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ സവാള കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാം. കൂമ്പും ഒരു സവാള ഉള്ളിയും ചേർത്ത് അരിഞ്ഞ് വെച്ചേക്കുവാണേ. അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ പരുവത്തിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട്, ഒരു വറ്റൽമുളക് ഇട്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പും ഉള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറേ സമയം ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. വെന്ത് വന്ന കൂമ്പിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഞാൻ തട്ടിപ്പൊത്തി വെച്ചേക്കാം. അരപ്പെല്ലാം ഒന്ന് ചൂടാവട്ടെ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ തവി ഉണ്ടല്ലോ, തവിയുടെ മൂട് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കണം. കാര്യം എന്ന് വെച്ചാൽ പിന്നെ വാഴക്കൂമ്പിലും വാഴത്തടയിലും ഒക്കെ ചെറിയ വലയുണ്ട്. ആ വല നമ്മൾ ഈ തവിയുടെ മൂട് വെച്ച് ഇളക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പറ്റിയിരിക്കും. അത് നമ്മളെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ തോരന് വലിയ വല കാണില്ല. നമ്മുടെ നാടൻ വാഴക്കൂമ്പ് തോരൻ റെഡി.